Many of you are called to be prophetic. ആമേൻ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും പ്രവാചകന്മാരോ പ്രവാചകികളോ ആകേണ്ടവരാണ്. Many of you are called to be an apostle to the nation. ആമേൻ. രാജ്യങ്ങൾക്ക് വേണ്ടി അപ്പോസ്തലന്മാരായി വിളിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും. Many of you are called to be evangelists. ആമേൻ. ലോകരാജ്യങ്ങൾക്കായിട്ട് വിളിക്കപ്പെട്ട ആമേൻ സുവിശേഷകരാണ് ഇവിടെ ഇരിക്കുന്നത്. Has had an encounter with God. She now understands that I am not an ordinary person. Amen. In the eyes of God, I am a saint. എന്നാൽ ഈ ഹന്നായിക്ക് തന്റെ ജീവിതത്തിൽ ഒരു വെളിപ്പാട് ലഭ്യമായി. എന്താണ്? ഞാൻ സാധാരണക്കാരിയല്ല, ഞാൻ ദൈവത്തിന്റെ ഒരു വിശുദ്ധയാണെന്നുള്ള വലിയൊരു വെളിപ്പാട് അവൾ പ്രാപിച്ചു. This is not the sainthood that we give under the Catholic Church or any other church. This is the sainthood that we get because of the righteousness of God. ആമേൻ. ഈ നീതി, ഈ വിശുദ്ധ എന്ന പദം അല്ലെങ്കിൽ സ്ഥാനം ലഭിക്കപ്പെടുന്നത് കത്തോലിക്ക സഭയിലും മറ്റ് പല സഭകളിലും നമുക്കറിയാം വിശുദ്ധന്മാരുണ്ടല്ലേ. അങ്ങനെ പറയപ്പെടുന്ന ഒരു വിശുദ്ധ അല്ല, ദൈവത്തിന്റെ നീതിയാൽ വിശുദ്ധരാക്കപ്പെട്ടവരെ കുറിച്ച് പറയുന്ന വിശുദ്ധിയാണ്. Are you understanding? Hannah had a revelation. ഹന്നായിക്ക് ഒരു വലിയ വെളിപ്പാടുണ്ടായി. Can you see that she is very prophetic and she is looking into the future and she is starting to see how God is going to call you and me saints. ആമേൻ. എന്നെയും നിങ്ങളെയും ഭാവി കാലത്ത് ദൈവം എന്തായിരിക്കും വിളിക്കും എന്നതിനെ കുറിച്ചുള്ളതായ വലിയൊരു വെളിപ്പാട് ദൈവത്തിൽ നിന്നും അവൾ തന്റെ ജീവിതത്തിൽ മുമ്പോട്ട് ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടാണ് തന്നെ സ്വയം ഒരു വിശുദ്ധ എന്ന് അവൾ വിളിക്കുന്നത്. 10ാമത്തെ വാക്യത്തിൽ 1 ശമൂവേൽ 2:10 യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസീമവാസികളെ വിധിക്കുന്നു, തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു. Okay, so in the first 5 books the Bible doesn't talk about that God is going to judge the whole earth. ഈ ആദ്യത്തെ 5 പുസ്തകത്തിൽ ഹന്ന ജീവിച്ചിരുന്ന കാലത്ത് ഈ ആദ്യത്തെ 5 പുസ്തകത്തിൽ ഒരിക്കലും ദൈവം മുഴു ലോകത്തെയും ന്യായം വിധിക്കും എന്നൊരു ഭാഗം നമ്മൾ കാണുന്നില്ല. We do see that God judged Noah, during Noah's time, but the teaching is not there to tell them that there is going to be a judgment that will come from God. അതെ, മുഴു ലോകത്തെയും ന്യായം വിധിക്കുന്ന ഒരു ന്യായവിധിയെ കുറിച്ച് ഈ ആദ്യത്തെ 5 പുസ്തകത്തിൽ പറയുന്നില്ല. പക്ഷെ വിധി നടത്തിയിരുന്നു. നോഹയുടെ കാലത്ത് ദൈവം അനീതി ഉള്ള ലോകത്തെ അവൻ ശിക്ഷ വിധിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിലും മുഴു ലോകത്തെ ശിക്ഷ വിധിക്കുന്ന ഒരു തത്വം അന്നില്ലായിരുന്നു. Are you understanding? Hannah is starting to talk about the book of Revelation, saying that God is going to judge everybody. ആമേൻ. ഇപ്പോൾ ഹന്ന ഒരു വെളിപ്പാട് പുസ്തകമാണ് അവൾ തുറന്നു വെക്കുന്നത്. ആമേൻ. മുഴു ലോകത്തെയും കുറ്റം വിധിക്കുന്ന, ന്യായം വിധിക്കുന്ന ഒരു ന്യായകർത്താവായിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് അവൾ പ്രവചിക്കുകയാണ് ചെയ്തത്. ആ 10ാമത്തെ വാക്യത്തിന്റെ അവസാനം തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തന്റെ അഭിഷിക്തന്റെ കൊമ്പുയർത്തുന്നു. When Hannah was alive, was there a king alive? ഹന്ന ജീവിച്ചിരുന്ന കാലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നോ? No. ഇല്ല. Saul was the first king and he was born after Samuel was an old man. നമുക്കറിയാം ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് ശൗലായിരുന്നു. പക്ഷെങ്കിൽ ആ ശൗല് രാജാവായത് എപ്പോഴാണ്? ശമൂവേൽ വയസ്സ് എന്ന് വൃദ്ധനായ ആ കാലത്തിലാണ്. During Hannah's time there was no king. ആമേൻ. ഹന്ന ജീവിച്ചിരുന്നപ്പോൾ പ്രിയരെ ഒരു രാജാവില്ലായിരുന്നു. But Hannah is talking about a king. എന്നാൽ രാജാവില്ലാതിരുന്നിട്ടുകൂടെ ഹന്ന ഒരു രാജാവിനെ കുറിച്ച് അവൾ പറയുന്നു. She is talking about one king. ഒരു രാജാവിനെ കുറിച്ചാണ് അവൾ പറഞ്ഞത്. She is talking about one anointed. ആമേൻ. ഒരു അഭിഷിക്തനെ കുറിച്ചാണ് അവൾ പറഞ്ഞത്. Who do you think is this one king and one anointed? ഈ ഒരു രാജാവ്, ഈ ഒരു അഭിഷിക്തൻ എന്നതിനെ കുറിച്ച് ഹന്ന പറഞ്ഞത് ആരെ കുറിച്ച്? Do you think she is talking about King Saul, King David, or is she talking about Jesus? ആമേൻ. ഇവിടെ ഹന്ന പറഞ്ഞ ഈ ഒരു രാജാവ്, ഒരു അഭിഷിക്തൻ, അത് ശൗൽ രാജാവാണോ അതോ അതിനുശേഷം വന്ന ദാവീദ് രാജാവാണോ അതോ യേശു എന്ന ഏക രാജാവിനെ കുറിച്ചാണോ? Hallelujah. Hallelujah. Can you see? Hannah was a very prophetic lady. ആമേൻ. ഹന്ന ഒരു വലിയ പ്രവാചകിയാണെന്ന് എത്രപേർക്ക് വിശ്വസിക്കാൻ കഴിയും? She had the prophetic anointing on her life. തന്റെ ജീവിതത്തിൽ ഒരു പ്രാവചനികമായ
അഭിഷേകം ഉണ്ടായിരുന്നു. But as long as her emotions were controlling her, she could not move in the prophetic. എന്നാൽ തനിക്കൊരു ആ പ്രവചന അഭിഷേക ശക്തി ഉണ്ടായിരുന്നിട്ടും അവളുടെ ജീവിതത്തിൽ വിഷമം മനോവ്യത അവളെ നിയന്ത്രിച്ചിരുന്നതുകൊണ്ട് അവളിലെ പ്രവാചകി പുറത്തു വന്നിരുന്നില്ല. Many of you are called to be prophetic. അവൻ ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും പ്രവാചകന്മാരോ പ്രവാചകികളോ ആകേണ്ടവരാണ്. Many of you are called to be an apostle to the nation. ആമേൻ. രാജ്യങ്ങൾക്ക് വേണ്ടി അപ്പോസ്തലന്മാരായി വിളിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും. Many of you are called to be evangelists. ആമേൻ. ലോകരാജ്യങ്ങൾക്കായിട്ട് വിളിക്കപ്പെട്ട ആമേൻ സുവിശേഷകരാണ് ഇവിടെ ഇരിക്കുന്നവർ. Turn around and look at somebody because they are called to be somebody. ആമേൻ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നിങ്ങൾ ആർക്കോ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന് അവരെ നോക്കിയിട്ട് പറഞ്ഞു. There is an anointing on your life. എന്നിട്ട് അവരോട് ഇങ്ങനെ ശക്തമായിട്ട് പറ, നിങ്ങളുടെ മേൽ ഒരു അഭിഷേകമുണ്ട്. God is about to break the yoke of your emotions over your life. ആമേൻ. ഇന്ന് പകൽ നിങ്ങളുടെ മേലുള്ള ആമേൻ വൈകാരിക തലത്തിലുള്ള എല്ലാ ശക്തികളെയും ദൈവം ഇപ്പോൾ പൊട്ടിക്കുകയാണെന്ന് പറ. Thank you, Jesus. കർത്താവിന് നന്ദി. Praise God. ഹല്ലേലൂയ. How many of you are ready to have a breakthrough? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റത്തിന് വേണ്ടി ഇന്ന് പകൽ എത്ര പേര് ഒരുക്കപ്പെടും? Hallelujah. I want you to stand up in your seat. നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. I want you to hold your hand like this. എല്ലാവരും നിങ്ങളുടെ കൈകൾ ദാ ഇങ്ങനെ പിടിക്കണം. Hold your hand in such a way that you're holding something. നിങ്ങൾ എന്തോ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കൈ വെച്ചേ. All right, now take your heart and put it into your hand. എന്നിട്ട് ഈ വെച്ചിരിക്കുന്ന ആ കൈകളിലേക്ക് നിങ്ങളുടെ സ്വന്തം ഹൃദയം ഒന്ന് എടുത്തു വെച്ചേ. Do like this. Take your heart and put it inside into your hand like that. എല്ലാവരും ഇങ്ങനെ ചെയ്തേ. ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങളുടെ ഹൃദയം ഇവിടെ നിന്ന് എടുത്തിട്ട് ആ വെച്ചിരിക്കുന്ന കൈയിലോട്ട് എടുത്തു വെച്ചേ. ആംഗ്യം കാണിക്ക്. നിങ്ങളുടെ ഹൃദയം പറിച്ച് അവിടോട്ട് വെക്ക്. We want to pray now. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Loving Jesus, സ്നേഹവാനായ യേശുവേ, I come before you today. അടിയൻ ഇന്ന് അവിടുത്തെ മുമ്പിൽ വരുന്നു. I bring my heart before you. എന്റെ ഹൃദയത്തെ അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. Lord, I have put many chains around it. കർത്താവേ, ഈ നിരവധി ചങ്ങലകൾ ഇതിന് ചുറ്റുമുണ്ട്. I have put these chains myself. ഞാൻ ഈ എന്റെ ഹൃദയത്തിന് ചുറ്റും പല ചങ്ങലകളെ കെട്ടിവെച്ചിരിക്കുന്നു. Many wounds have caused me to put these chains. പല വേദനകള്, മുറിവുകള് നിമിത്തം ഞാൻ ഈ ചങ്ങലയെല്ലാം എന്റെ ഹൃദയത്തിന് ചുറ്റും ഇട്ടിരിക്കുന്നു. I have locked these chains and I have not given access to my heart to anybody. കർത്താവേ, ഇതിനെ ഞാൻ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ആരും ഇതിലേക്ക് കടക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇതിനെ പൂട്ടി വെച്ചിരിക്കുന്നു. There are many rooms in my heart, Lord. കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരുപാട് മുറികളുണ്ട്. And I have locked those doors and I have thrown away the key. ആമേൻ. ഞാൻ ഈ മുറികളെയെല്ലാം പൂട്ടിയിട്ട് അതിന്റെ താക്കോല് ഞാൻ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. Lord, today, എന്നാൽ യേശുവേ, ഇന്ന് in Jesus' name, യേശുവിന്റെ നാമത്തിൽ I give you permission. ഞാൻ അങ്ങേക്ക് അനുവാദം തരുന്നു. I give you permission, Lord Jesus. എന്റെ യേശു കർത്താവേ, ഇന്ന് ഇപ്പോൾ ഞാൻ അങ്ങേക്ക് അനുവാദം തരികയാണ്. Please cut these chains. ഈ ഞാൻ തന്നെ കെട്ടിവെച്ചിരിക്കുന്ന ഈ ചങ്ങലകളെല്ലാം അവിടുന്ന് മുറിക്കണം. I give you permission to open the doors. ആമേൻ. എന്റെ മുറികളിലെ, എന്റെ ഹൃദയത്തിന്റെ മുറികളിലെ എല്ലാ വാതിലുകളെയും തുറക്കുവാനുള്ള അനുമതി ഞാൻ അങ്ങേക്ക് തരുന്ന യേശുവേ. Lord, I give you full permission. എന്റെ യേശുവേ, ഞാൻ അങ്ങേക്ക് പൂർണ്ണ അനുമതി നൽകുന്നു. In Jesus' name, യേശുവിൻ നാമത്തിൽ I bind every demonic spirit. എല്ലാ പൈശാചിക ആത്മാവിനെയും ഇപ്പോൾ ഞാൻ ബന്ധിക്കുന്നു. Every spirit that influences me, എന്നെ സ്വാധീനിക്കുന്ന എല്ലാ ശക്തികളെയും I forbid you from interfering in my life. എന്റെ ജീവിതത്തിലേക്ക് മേലാൽ ഇടപെടാതിരിക്കുന്ന തരത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും തടയുന്നു. In Jesus' name, യേശുവിൻ നാമത്തിൽ I bind them. ഞാൻ അവയെ ബന്ധിക്കുന്നു. I forbid them from listening in. ആമേൻ. അവരെ ഇനിയും ഞാൻ ശ്രദ്ധിക്കാതെ വണ്ണം ഇപ്പോൾ ഞാൻ അവരെ തടുക്കുന്നു. I forbid them from watching. ആമേൻ. ഞാൻ അവയെ ശ്രദ്ധിക്കാതെ കാണാതെ വണ്ണം ഞാൻ അവയെ ബന്ധിക്കുന്നു. In
Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ I forbid them ഞാൻ അവരെ അതേ തടുക്കുന്നു from inviting reinforcements. കർത്താവെ വീണ്ടും എന്റെ മേൽ ശക്തി ചെലുത്താതെ വണ്ണം ഞാൻ അവരെ ബന്ധിച്ചു, ഞാൻ അവരെ തടുക്കുന്നു. I forbid them from calling reinforcements. ആമേൻ. ഇനിയും അതിന്റെ വലിയ ശക്തികൾ എന്റെ മേൽ വരാതെ വണ്ണം ഞാൻ അവയെ തടുക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Lord, release angels. കർത്താവെ അങ്ങയുടെ ദൂതന്മാരെ അങ്ങ് സ്വതന്ത്രമാക്കും. Release grace. കൃപ സ്വതന്ത്രമാക്കും. Lord, release grace that is necessary for the meeting today. കർത്താവേ, ഇന്നത്തെ ഈ മീറ്റിംഗിന് ആവശ്യമായ ദൈവകൃപ ഇപ്പോൾ തന്നെ അവിടുന്ന് അയച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. Lord, release angels that are necessary for the meeting today. ഈ മീറ്റിംഗിന്റെ ആവശ്യത്തിനായിട്ട് അത് അയക്കപ്പെടുന്ന ആ ദൂതന്മാരെ അങ്ങ് സ്വതന്ത്രമാക്കണം. In Jesus' name. യേശുവിൻ നാമത്തിൽ. In Jesus' name. യേശുവിൻ നാമത്തിൽ. Lord, fill me. കർത്താവേ, അങ്ങനെ നിറയ്ക്കണം. With your light. അങ്ങയുടെ വെളിച്ചത്താൽ. With your life. അങ്ങയുടെ ജീവനാൽ. In Jesus' name. How many of you are feeling of freedom? ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വാതന്ത്ര്യം തോന്നുന്നെന്ന് പറയുന്ന എത്ര പേരുണ്ട്? You know, when God created you and me, his idea was that we should have dominion. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ, എന്നെ നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ നമുക്കെല്ലാത്തിൻ്റെ മേലും ഒരു അധികാരം ഉണ്ടാകണം എന്ന തരത്തിലാണ് അവൻ സൃഷ്ടിച്ചത്. It says in Genesis chapter 1 verse 28, God blessed them and said to them, be fruitful and multiply and replenish the earth. അതെ, ഉൽപ്പത്തി 1:28 ദൈവം അവരെ അനുഗ്രഹിച്ചു, അവർ സകലത്തിന്റെ മേലും വാഴുവാൻ ദൈവം അവരോട് കൽപ്പിച്ചു. You know, when we use the word blessing, അനുഗ്രഹം എന്നുള്ള ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ many times we, because of the Indian culture, we think blessing means just putting hand on somebody and say I bless you, because that is the culture that we have grown up in. നമ്മൾ വളർന്നതായ ഇന്ത്യൻ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു രീതിയിൽ നമ്മൾ അനുഗ്രഹം എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും നമ്മുടെ മേൽ തലയെ കൊണ്ട് കൈവച്ച് അനുഗ്രഹിക്കുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ചിന്തിക്കുന്നത്. But Bible was not written by Indians. എന്നാൽ വേദപുസ്തകം ഇന്ത്യക്കാരല്ല എഴുതിയത്. The Bible was not written in Hindi, Gujarati, Malayalam or Tamil. ഹിന്ദിയിലോ ഗുജറാത്തിയിലോ മലയാളത്തിലോ തെലുങ്കിലോ തമിഴിലോ ഒന്നുമല്ല. But it was written in Hebrew language. പക്ഷേ പഴയ നിയമം അല്ലെങ്കിൽ വേദപുസ്തകം എഴുതിയത് എബ്രായ ഭാഷയിലാണ്. It was written in a language which is very different from the way you and I understand. എനിക്കും നിങ്ങൾക്കും മനസ്സിലാകാൻ കഴിയുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷയിലാണ് വേദപുസ്തകം എഴുതിയിട്ടുള്ളത്. What I would like is, I would like to have two volunteers. One, somebody who is big and strong, and one is a small boy. The little boy sitting there, can he come up? ആമേൻ. അങ്ങ് ഏറ്റവും അവിടെ ഇരിക്കുന്ന കുഞ്ഞ് മോനെ, പിന്നെ ഒരു ഇച്ചിരി നല്ല ആരോഗ്യമുള്ള ഒരാളും കൂടെ, രണ്ടുപേരെ എനിക്ക് വേണം. Quickly. വേഗം വന്നട്ടെ ആ കുഞ്ഞിനെ. മസിലുകാരെ അന്നേരം പറഞ്ഞു വിടണം. ഹല്ലേലൂയ. ഓടി. ഇത് പാസ്റ്റർ എബിനെസർ. This is Pastor Ebenezer. ഇത് പാസ്റ്റർ എബനേസർ. So I'm going to ask him to do some things. ഞാൻ പാസ്റ്റർ എബനേസറിനോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. മോന്റെ പേരെന്താ? What is your name? കുഞ്ഞിന്റെ പേര് സിദ്ധാർത്ഥ് VS. Oh, Siddharth. So when we say blessings, നമ്മൾ അനുഗ്രഹം എന്ന് പറയുമ്പോൾ, as I said, our understanding is in our background. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരായ നമ്മൾ അനുഗ്രഹം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. But that is not what it means in Hebrew. എന്നാൽ എബ്രായ ഭാഷയിൽ അനുഗ്രഹം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന തരത്തിലല്ല അനുഗ്രഹം. For you and I, we have alphabets in the language. എനിക്കും നിങ്ങൾക്കും അക്ഷരമാലയുണ്ട്, അക്ഷരമാല. And we write those alphabets together to form words. ഈ അക്ഷരങ്ങൾ നമ്മൾ കൂട്ടി ചേർത്തെഴുതുമ്പോഴാണല്ലോ ഭാഷയാകുന്നത്. But Hebrew language is not like that. എന്നാൽ എബ്രായ ഭാഷയിൽ അങ്ങനല്ല. Hebrew language is a pictorial language. അതൊരു ചിത്രത്തിന് സമാനമായ ഭാഷയാണ് എബ്രായ ഭാഷ. Say for example, for you and me, if I was to tell you hope, what does that mean? നമ്മൾ ഹോപ്പ് അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അതിനെ അർത്ഥമാക്കുന്നത്? For you and me, it is a mental exercise.
അത് നമുക്കൊരു മാനസിക വ്യായാമം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Am I right? You know, you try to understand hope, try to explain hope to somebody, you can't do that. ആർക്കെങ്കിലും പ്രത്യാശ എന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുമോ? You can't. ഇല്ല. But for Hebrew language, a rope is symbolic of hope. എന്നാൽ എബ്രായ ഭാഷയിൽ ഒരു ചരട് അത് വരച്ചാൽ അത് പ്രത്യാശയ്ക്ക് നിഴലാണ്. Are you understanding? Anytime a Jewish person sees a rope, for them that is hope. ഒരു എബ്രായൻ അല്ലെങ്കിൽ ഒരു യഹൂദൻ അവൻ ഒരു ചരട് കാണുമ്പോഴെല്ലാം പ്രത്യാശയാണ് അവന്റെ മനസ്സിൽ വരുന്നത്. I'll explain why. ഞാൻ ഒരെണ്ണം വിശദീകരിക്കാം. So, we know the story of Rahab. രാഹാബിന്റെ കഥ നമുക്കറിയാം. So, she was a prostitute who lived in Jericho. അവൾ എരിഹോവിൽ ജീവിച്ചിരുന്നതായ ഒരു വേശ്യ സ്ത്രീയാണ്. She knew that the Jewish people were going to attack them and kill them all. എരിഹോവിനെ എബ്രായർ അല്ലെങ്കിൽ യഹൂദന്മാർ വന്ന് ആക്രമിച്ച് അവരെ എല്ലാം കൊല്ലും എന്നുള്ള കാര്യം അവൾ കേട്ടു. She knew about it. അതിനെക്കുറിച്ച് അവൾ അറിഞ്ഞിരുന്നു. So she makes a covenant with the Jewish people. അങ്ങനെ രാഹാബ് അവൾ യഹൂദന്മാരുമായിട്ട് എബ്രായരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. That I will protect you today. ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം. You will have to protect me tomorrow. എന്നാൽ നാളെ നിങ്ങൾ എന്നെ സംരക്ഷിക്കണം. They said okay. അവർ പറഞ്ഞു. ആ ഒറ്റുകാരി വന്നപ്പോൾ അവർ അങ്ങനെ ഉടമ്പടി ചെയ്തു. അവർ പറഞ്ഞു ഓക്കെ. Then they said, how do we identify who you are? അപ്പോൾ ഈ ഒറ്റുകാരായിട്ട് വന്നവർ രാഹാബിനോട് ചോദിക്കുക, നാളെ നീ തന്നെയാണ് ഇതെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? For that you have to do is you have to put a purple rope out of your window. അപ്പോൾ അവർ പറഞ്ഞു, നീ ഒരു ചുവപ്പ് ചരട് നിന്റെ ജനാല വഴി ഇങ്ങനെ കെട്ടിയിടണം. Are you understanding? This rope was the hope for Rahab. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒറ്റുകാരി രാഹാബിനോട് പറയുകയാണ്, നീ നിന്റെ ജനലിൽ കൂടെ ഒരു ചുവപ്പ് ചരട് ഇങ്ങനെ കെട്ടിയിടണം, അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാകും. If there is no rope, there is no hope for you. You will die. ആമേൻ. അവിടെ ഒരു ചരടുണ്ടെങ്കിൽ നിനക്കൊരു ആശയുണ്ട്. ഈ ഒരു ചരടില്ലെങ്കിൽ നിനക്കൊരു പ്രത്യാശയുമില്ല. Are you understanding? So for Hebrew language, everything is pictorial. ആമേൻ. അത് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഈ എബ്രായ ഭാഷ നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം എല്ലാം ഒരു ചിത്രം കണക്കാണ്. The word blessing is also in the form of a picture. ഈ അനുഗ്രഹവും ഇതുപോലെ തന്നെയാണ്, ഒരു ചിത്രം പോലെയാണ് അനുഗ്രഹം. All right. So how many of you came by car or bus to come here? ബസ്സും കാറിലും വന്ന എത്ര പേരുണ്ട് ഇങ്ങോട്ട് ഇവിടെ വരാൻ വേണ്ടി? So we use that for transport, everyday transport. നമ്മൾ എല്ലാ ദിവസവും ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായ മാർഗമാണല്ലോ ഒന്നുകിൽ കാർ അല്ലെങ്കിൽ ബസ്. For those who were about who were alive about 30 years ago, car was very rare. Most of us traveled by cycle. ഒരു 30 വർഷം മുമ്പുള്ള കാര്യം ചിന്തിച്ച് ഇന്ന് ഇത്രയും സുലഭമായ രീതിയിൽ അന്ന് കാറുകളില്ലായിരുന്നു. നമ്മളിൽ പലരും തന്നെ സൈക്കിളുകളോ മറ്റെന്തെങ്കിലും വാഹനങ്ങളോ ഉപയോഗിച്ചിരുന്നു. Am I right? ശരിയാണോ? And if you go back another 50 years, we had Kalavandi to come. ആമേൻ. ഇനി അടുത്തൊരു 30 വർഷമല്ല, പുറകോട്ടൊരു 50 വർഷം പുറകിലായിരുന്നെങ്കിലോ അന്ന് നമ്മളെല്ലാം ഉപയോഗിച്ചത് കാളവണ്ടിയായിരുന്നു. Am I right? So if you think about it, 500 years ago or 6,000 years ago, there was no bus, no car, nothing. എന്നാൽ 30 വർഷം 50 വർഷമല്ല, ഒരു 500 വർഷം പുറകോട്ട്, ഒരു 600 വർഷം പുറകോട്ട് ചിന്തിച്ച് നോക്കിക്കേ. അന്ന് കാളവണ്ടിയുമില്ല, ഒരു വണ്ടിയും ഇല്ലാതിരുന്ന ഒരു കാലം. So people used animals for their transport. അന്ന് ആളുകൾ എന്തായിരുന്നു അവരുടെ വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നത്? മൃഗങ്ങളെയായിരുന്നു. All right. Now imagine this: if there was, I want to go somewhere, and if there is an elephant. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേ, എനിക്കൊരു സ്ഥലം വരെ പോകണം, അപ്പം എനിക്കൊരു ആനയുണ്ട്. If I want to climb on the elephant, how do I do it? ഒരാനയുടെ പുറത്ത് കയറണമെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കും കയറുന്നത്? So either the elephant will have to lift me and put me, or they will have to put a ladder for me to climb up. ഏതെങ്കിലും രീതിയിൽ ആനയുടെ പുറത്ത് കയറണമെങ്കിൽ ഒന്നുകിൽ തുമ്പിക്കൈ വെച്ച് എന്നെ ഇങ്ങനെ ചുഴറ്റി കൊണ്ടുവച്ചിട്ട് അതിന്റെ പുറത്തോട്ട് കൊണ്ടുവെക്കണം, അതല്ലെങ്കിൽ വേറെ ഒരു ഏണി വെച്ചിട്ട് ആനയുടെ പുറത്ത് കയറാൻ ഇടയാകണം. Or maybe tie a rope and I climb up.
അല്ലെങ്കിൽ ഒരു കയറ് കെട്ടി വലിഞ്ഞു കയറി ആനയുടെ മുകളിൽ കയറണം. Am I right? ശരിയാണോ? If I had a horse, എനിക്കൊരു കുതിരയാ ഉള്ളതെങ്കിൽ, then how do I get on top of the horse? ഞാൻ എങ്ങനെയാ കുതിരയുടെ മുകളിൽ കയറുന്നത്? I have to jump up. ഞാൻ ചാടി കയറണം. Am I right? If I want to travel on any animal, I have to climb up. ഞാനൊരു വാഹന മൃഗത്തിന്റെ മുകളിൽ കയറണമെങ്കിൽ ഞാൻ ഏത് വിധത്തിലെങ്കിലും അതിന്റെ മുകളിൽ കയറിയേ പറ്റൂ. Am I right? If I want to travel on a bullock, I have to climb up. ഞാനൊരു കാളയുടെ പുറത്ത് യാത്ര ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ കാളയുടെ മുകളിൽ കയറണം. But there is one animal who will sit down for me to get on top. എന്നാൽ തൻ്റെ മുകളിൽ പുറത്ത് കയറാനായിട്ട് എനിക്ക് വേണ്ടി ഇരുന്ന് തരുന്ന ഒരു മൃഗമുണ്ട്. What is that animal? അതേതാണ്? When the Hebrew Bible talks about blessing, it is talking about a camel. അങ്ങനെയാണെങ്കിൽ എബ്രായ ഭാഷയിൽ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരൊട്ടകത്തിന്റെ ചിത്രമാണ് അവിടെ വരുന്നത്. Not any animal, not any kind of camel, but a kneeling camel. ആമേൻ. ഏതെങ്കിലും ഒരു ഒട്ടകമല്ല, മുട്ടുകുത്തുന്ന ഒട്ടകം. Are you understanding? So this mon, if he wants to travel, he just gets on top of the camel. ആമേൻ. ഈ മോന് ഈ ഒട്ടകത്തിന്റെ മുകളിൽ കയറി യാത്ര ചെയ്യണമെങ്കിൽ ഒട്ടകത്തിന്റെ മുകളിൽ ഈ മോൻ കയറണം. Are you understanding? So when the Hebrew word says, I bless you, what God is saying, just like the camel will kneel down for you to travel from point A to point B, I kneel down before you so that I can make you successful. ഇവിടെ എബ്രായ ഭാഷയിലെ അനുസരിച്ച് നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ ഈ ഒട്ടകം നമുക്ക് വേണ്ടിയിട്ട് എങ്ങനെ മുട്ടുകുത്തി തന്നുവോ അതുപോലെ ദൈവം മുട്ടുകുത്തി നിൽക്കുക. ദൈവം മുട്ടുകുത്തി നിൽക്കുക. ഞാൻ പാസ്റ്ററിനെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ പാസ്റ്ററിനെ എവിടെ കൊണ്ടുപോകണോ, wherever I want to take you, I am available for you. ആമേൻ. നിന്നെ എവിടെ കൊണ്ടുപോകണമെങ്കിലും ഞാൻ അതിനു വേണ്ടി ലഭ്യമാണെന്നാണ് കർത്താവ് പറയുന്നത്. Are you understanding? So here what happens is the superior is blessing the inferior. ആമേൻ. ഉയർന്നവൻ താഴെയുള്ളവനെ അനുഗ്രഹിക്കുകയാണ്. But he is not doing like that. He is saying that I am available for you, to help you, to carry you, to give the anointing, to give my name for you, so that you will be able to accomplish everything God has set apart for you. എന്നാൽ ഇവിടെ മുതിർന്നവൻ മറ്റവനെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയല്ല, മറിച്ച് ആ വലിയവനായ ഉന്നതനായ ദൈവം അവന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് അവനോട് പറയാം, നീ എന്റെ മുകളിൽ ഇരുന്നു കൊള്ളുക, നിന്റെ ജീവിതത്തിലെ എല്ലാ പദ്ധതികളെയും നിർവഹിക്കത്തക്ക രീതിയിൽ നിന്നെ ഞാൻ എവിടേക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോക്കോളാം. See, this is the nature of Jesus Christ. ആമേൻ. ഇതാണ് യേശുവിന്റെ പ്രകൃതി. Yes, he is the king. അവൻ രാജാവാണ്, but he is a servant as well. അപ്പോൾ തന്നെ അവൻ ഒരു ദാസനും കൂടെയാണ്. He says, I am available for you. അവൻ പറയുകയാണ്, കുഞ്ഞേ ഞാൻ നിനക്ക് വേണ്ടി അത് ലഭ്യമാണ്. Come sit on my shoulder, I will take you. Together we will do it. ആമേൻ. നീ എന്റെ ചുമലിൽ ഇരുന്നു കൊള്ളുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, ഒരുമിച്ച് നമുക്ക് വേല ചെയ്യാം. That is why he says, all those who are heavy burden, come to me, and I will give you rest. അതുകൊണ്ടാണല്ലോ കർത്താവ് ആമേൻ തന്റെ ജനത്തോട് പറഞ്ഞു, അധ്വാനിക്കുന്നവരും പരിശ്രമിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വന്നുകൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. I will carry you. ഞാൻ നിങ്ങളെ ചുമന്നുകൊള്ളാം. I will carry you. ഞാൻ നിന്നെ ചുമക്കാം. I will put my yoke upon you. ആമേൻ. ഞാൻ എന്റെ നുകം നിന്റെ മേൽ വെക്കാം. I will take your yoke away. I will put my yoke on you. ആമേൻ. ഞാൻ നിന്റെ നുകത്തെ മാറ്റിക്കളഞ്ഞിട്ട് ഞാൻ എന്റെ നുകം നിന്റെ മേൽ വെച്ചുകൊള്ളാം കുഞ്ഞേ. My yoke is easy. ആമേൻ. എന്റെ നുകം മൃദുവാണ്. Are you understanding? ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? Genesis 1:28, this is what God said. ആമേൻ. ഉൽപ്പത്തി 1:28 ഇത് തന്നെയാ കർത്താവ് നമ്മോട് പറഞ്ഞതും. Hallelujah. ഹല്ലേലൂയ. Shall we give them a hand before they go? ആമേൻ. ഇന്ന് കർത്താവിനെ കൈകൾ അടിച്ചൊരു നന്ദി പറഞ്ഞേ. We may think, oh, that is okay. God said that in Genesis 1:28. ഓ നമ്മൾ പറയോ അത് ഉൽപ്പത്തി 1:28 പറഞ്ഞതല്ലേ. God has not stopped saying that about you and me even today. ആമേൻ. ഇന്നും അത് പറയുന്നത് നിർത്തുന്നില്ല ദൈവം. Revelation 5 verses 9 to 10. ആമേൻ. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 10 വരെ നോക്കിക്കേ.
They sang a new song saying, "You are worthy to take the scroll and open its seal. You were slain and have redeemed us to God by the blood. Out of every tribe and tongue, people and nation, you have made us kings and priests." ആമേൻ. വെളിപ്പാട് 5:9 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പുസ്തകം വാങ്ങുവാൻ അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. Can you see Genesis 1:28? He says, "I will give you dominion." In Revelation, he continues the same thing. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1:28 കർത്താവ് എന്താണോ തന്റെ ജനത്തോട് പറഞ്ഞത് അത് അവൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 5:10 വാക്യത്തിൽ അവസാനം അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് അത് ദൈവം അവിടേക്ക് തുടരുകയാണ്. If I was God, if pastor was Adam and human being, he's committed so many mistakes, I will kick him out and get rid of him. ആമേൻ. ഞാൻ അതേ ദൈവമാണെന്ന് കരുതുക, പാസ്റ്റർ ആദമാണെന്ന് വിചാരിക്കുക. ഈ ആദം അല്ലെങ്കിൽ ആദാം വളരെയധികം ദോഷപ്രവൃത്തികൾ തിന്മയെല്ലാം ചെയ്തെങ്കിൽ അവനെ അന്നേരം ചെയ്യുന്ന എന്താണെന്നറിയാം, ഞാനാണ് ദൈവത്തിന്റെ സ്ഥാനത്തെങ്കിൽ അവനെ തൊഴിച്ച് പുറത്താക്കുമായിരുന്നു. But God is not like that. പക്ഷെ ദൈവം അങ്ങനെയല്ല. He says, "I am sure that Adam will be all right." ആമേൻ. ദൈവം പറഞ്ഞ എന്താണെന്നറിയാമോ? കുഴപ്പമില്ല, അവൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, പക്ഷെ അവൻ ഇനിയും ശരിയാകും. Because I have ordained him to be a king and a priest. കാരണം ഞാൻ അവനെ രാജാവും പുരോഹിതനുമായിട്ട് നിയമിച്ചിരിക്കുകയാണ്. Look at your neighbor, because besides you is sitting a king and a priest. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ നോക്കിക്കേ. അവരെ ദൈവം ആരാക്കിയ വെച്ചിരിക്കുന്നത്? രാജാവാക്കി, പുരോഹിതനാക്കി ദൈവം അവരെ മാറ്റി വെച്ചിരിക്കുന്നു. Now I want you to think, how many of you feel like a king? ഇന്ന് നിങ്ങൾ എല്ലാവരും ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ ഒരു രാജ്ഞിയെ പോലെ നിങ്ങൾക്ക് തന്നെ ഒന്ന് തോന്നിക്കേ. No, how many of you think you feel like that? ഞാൻ രാജാവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എത്ര പേരുണ്ട്? We know here, but inside here we know chappun chavarum. ഹല്ലേലൂയ. നമ്മള് ബുദ്ധി വൈഭവത്തിൽ നമ്മൾ ഞാൻ വലിയ രാജാവാണെന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ നമ്മൾ വെറും മണ്ണാങ്കട്ടയാണെന്ന് നമ്മൾ പറയുന്നത്. Why? Because of emotional wounds. കാരണം എന്താണെന്നറിയാമോ? നമുക്കറിയാം നമ്മളൊരു രാജാവാണെന്ന്, പക്ഷേ അകം മുറിഞ്ഞു കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോഴും നമ്മളുടെ സ്ഥാനം നമുക്ക് മനസ്സിലാകുന്നില്ല. Are you understanding? We will start looking at now how to get into that place of freedom. ആമേൻ. പ്രിയരെ, നമുക്ക് ആ സ്വാതന്ത്ര്യത്തിന്റെ സ്ഥാനത്തേക്ക് നമുക്ക് എങ്ങനെ തിരിച്ചു കയറാൻ പറ്റും? I need about 6 volunteers. ആമേൻ. 6 വോളണ്ടിയർമാരൊന്ന് വന്നാട്ടെ. Quickly. വേഗം പറഞ്ഞ 6 പേര് ഓടി വന്നേ. While you are coming, I'm starting to continue to preach. 6 of you. ആമേൻ. 6 പേര് നിങ്ങൾ വരുന്നത് വരെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. Hebrews chapter 12 verse 1. ആമേൻ. എബ്രായ ലേഖനം 12:1 വാക്യം. This is what it says. Therefore, we also, since we are surrounded by so great a cloud of witness, let us lay aside every weight of sin that easily snares us. ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്ന എന്താണ്? എബ്രായർ 12:1. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ആമേൻ എന്തെല്ലാം വിടണം? Let us run this race with endurance. Pastor on the white chair. ആമേൻ. ഇവിടെ ഒന്നുകൂടെ വായിക്കുകയാണ്. എബ്രായ ലേഖനം 12:1 വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്കും ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. Are you understanding? Here you have to understand God is talking to you and me. ആമേൻ. ഇവിടെ ആ വാക്യത്തിൽ കർത്താവ് എന്നോടും നിങ്ങളോടും സംസാരിക്കുക. At this stage you have to understand God is talking to born again people. എന്നാൽ ഈ ഭാഗത്ത് വരുമ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികളോടാ ദൈവം സംസാരിക്കുന്നത്. Paul is not talking to anybody. കാണുന്ന എല്ലാവരോടും അല്ല പൗലോസ് സംസാരിച്ചത്. He is talking to people who are born again. ആമേൻ. വീണ്ടും ജനനം പ്രാപിച്ച വീണ്ടും ജനിച്ചവരോടാണ് പൗലോസ് പറയുന്നത്. Can you read that again please? വീണ്ടും ഞാൻ വായിക്കുകയാണ് 12:1. ആകയാൽ It's not saying that we have done it. He's saying let us. ആമേൻ. അവിടെ ചെയ്തു എന്നല്ല പൗലോസ് പറയുന്നത്, നമുക്ക് അതിനു വേണ്ടി നോക്കാം, ശ്രമിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്
നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. Are you understanding? It says, let us let go. Let us release it. ഇവിടെ പൗലോസ് പറയുകയാണ്, അതെ, നമുക്കതിനെ ഉപേക്ഷിക്കാം, നമുക്കതിനെ കളയാം. What are the things he's saying about sin and weights? എന്തൊക്കെയാ കളയേണ്ടത്? ഒന്ന് പാപം, രണ്ട് ഭാരം. So what are these weights? എന്താണ് ഈ ഭാരം എന്ന് പറയുന്നത്? So here Mattai uncle is standing before us. നമ്മുടെ മുമ്പിൽ മത്തായി അങ്കിൾ നിൽക്കുകയാണ്. I don't want you to think he's Mattai uncle, okay? നിങ്ങൾ ആരും ഇത് മത്തായി അങ്കിൾ ആണെന്ന് ചിന്തിക്കേണ്ട. I'm using him as a demo. ഒരു നമുക്കൊന്ന് പ്രദർശിപ്പിക്കാനായിട്ട് ഒരാളെ വേണം, അതുകൊണ്ട് നിർത്തിയിരിക്കുന്നു. So I am calling him Thomas. ഞാനിപ്പോൾ അദ്ദേഹത്തെ തോമസ് എന്ന് വിളിക്കുന്നു. Now Thomas gets saved. ഈ തോമസ് രക്ഷിക്കപ്പെട്ടു. All right, he comes to the knowledge of Christ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് തോമസ് വന്നു. And he's now excited about God. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാൻ ഭയങ്കര സന്തോഷമുണ്ടായി. All right, and he decides, tomorrow I will wake up at 4 o'clock in the morning and I will pray. രക്ഷിക്കപ്പെട്ട തോമസ് ഇങ്ങനെ വിചാരിച്ചു, നാളെ 4 മണിക്ക്, വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. So he puts an alarm clock. അങ്ങനെ ഒരു അലാറം വെച്ചു. First day, ഒന്നാം ദിവസം alarm goes off. അലാറം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. I want you to guess, what will Thomas do? ഈ തോമസ് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. Thomas's wife will say, Acha, the alarm has gone off. You wake up. Alarm is used to wake everybody else up, but not Thomas. അപ്പം അലാറം 4 മണിക്ക് വെച്ചിരിക്കുകയാണല്ലോ തോമസ്. രക്ഷിക്കപ്പെട്ട തോമസ് അലാറം വെച്ചിരിക്കുകയാണ്. 4 മണിയായപ്പോൾ അലാറം അടിച്ചു. അലാറം എല്ലാവർക്കും വേണ്ടി അടിച്ചത്, തോമസിന് വേണ്ടി മാത്രമല്ല. പക്ഷെ ഈ അലാറം തോമസിനെ ഒഴികെ ബാക്കി വീട്ടിലുള്ള എല്ലാവരെയും എഴുന്നേൽപ്പിച്ചു. Thomas took the pillow and continued to sleep. പക്ഷേ തോമസ് ചെയ്തെന്താണെന്നറിയാമോ? വീണ്ടും ഈ തലയിലോട്ട് പുതപ്പെല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടിട്ട് വീണ്ടും കിടന്നുറങ്ങി. How many of you think you have had similar experience? ഇതിന് എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന്, നേരത്തെ അനുഭവം, അലാറം വെച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി എന്നുള്ള അനുഭവം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഒന്ന് കാണിച്ചേ. Do you think Thomas is evil? That is why he does that? തോമസ് കൊള്ളത്തില്ല, മോശമാണ്, ആയതുകൊണ്ടാണ് താൻ അങ്ങനെ വീണ്ടും അലാറം വെച്ചിട്ടും പിന്നെയും കിടന്നുറങ്ങിയെന്ന് തോന്നുന്നുണ്ടോ? Thomas wants to get up and read the Bible 2-3 hours every day. എല്ലാ ദിവസവും 2-3 മണിക്കൂറെങ്കിലും എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കണമെന്ന് തോമസിന്റെ ഉള്ളിലുണ്ട്. When Thomas gets up, his dad is already watching പ്രധാനപ്പെട്ട വാർത്തകൾ. ആമേൻ. തോമസ് എഴുന്നേറ്റ് വരുമ്പം അപ്പൻ ഇരുന്നുകൊണ്ട് കാണുന്നത് ഇതാണ്, ഇന്നത്തെ പ്രധാന വാർത്തകൾ. So what do you Thomas will do? അപ്പൊ തോമസ് എന്ത് ചെയ്യും? Thomas will go, Papa, ഇതൊക്കെ പറ്റിയോ ഇന്ന്? ആമേൻ. അപ്പം കണ്ടോണ്ടിരിക്കുന്ന വാർത്തയാണ്. തോമസ് അപ്പനോട് ചെന്ന് ചോദിച്ചു, അപ്പ ഇതെപ്പോ സംഭവിച്ചു, ഇതൊക്കെ നടന്നോ? He had already decided, I will sit and read the Bible. ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട തോമസ് നേരത്തെ തന്നെ തീരുമാനിച്ചു 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം എന്നൊക്കെ തീരുമാനിച്ചതാ. Am I right? ശരിയല്ലേ? Thomas wants to grow in the Lord. കർത്താവിലൊന്ന് വളരാനായിട്ട് തോമസിന് ആഗ്രഹമുണ്ടായിരുന്നു. But he is not able to do it. പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. Why do you think that is happening? എന്തുകൊണ്ടാ തനിക്ക് അത് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്? We know that there is spiritual wounding, emotional wounding. തന്റെ ഉള്ളിൽ ഒരു ആന്തരികമായിട്ടുള്ള അല്ലെങ്കിൽ തന്റെ വികാരം മുറിപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. But there are some other factors that also stop him. മാത്രമല്ല മുറിവ് മാത്രമല്ല, മറ്റു ചില ഘടകങ്ങൾ കൂടെ തന്നെ തടയുന്നുണ്ട്. All of you come up here. എല്ലാവരും വന്നേ. I want you to stand around him and hold him tight. ഈ തോമസിനെ എല്ലാവരും മുറുക്ക പിടിച്ചോണം. Now Mattai uncle, I want you to walk forward. അങ്കിൾ മുമ്പോട്ടൊന്ന് നടക്കാൻ നോക്ക്. നിങ്ങൾ വിടാതെ പിടിച്ചോണം, മുമ്പോട്ട് നടക്ക്. Hebrews 12:1 read again. എബ്രായർ 12:1 ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. So he wants to run and take hold of what God has put before him. തന്റെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്നതിനെ ഓടിച്ചെന്ന് എടുക്കാനുള്ള ആഗ്രഹം തന്നിലുണ്ട്. So what do you think is stopping him? എന്നാൽ തന്നെ തോമസിനെ തടയുന്നത് എന്താ? Because he's got lots of weight. കാരണം
ഇപ്പൊ തനിക്കറിയാം തന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരുപാട് ഭാരങ്ങളാണ് ചുറ്റും നിൽക്കുന്നത്. Are you understanding? What we want to do is, if Thomas wants to go ahead and grab hold of things, then we have to remove these weights one by one. അദ്ദേഹത്തിന്റെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്നതിനെ നേടണമെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? തന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന എല്ലാത്തിനെ ഓരോന്നിനെ വിട്ടുകളക എന്നതാണ്. Are you understanding? So when suppose Thomas comes to this church and he comes to pastor and says, Pastor, early morning I wanted to wake up but I could not. I put the alarm, but at 4 o'clock I felt more sleepy. എന്നാൽ തോമസ് ഈ സഭയിലാണ് വരുന്നെന്ന് വിചാരിക്കുക. തോമസ് ഇവിടെ വന്ന് പാസ്റ്ററോട് പറയുക, പാസ്റ്ററെ എനിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ അലാറമൊക്കെ വെച്ചതാണ്, അലാറം വെച്ചിട്ട് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. He says, Pastor, I want to read the Bible in the afternoon, in the evening, I want to sing, I want to come for meeting, but I cannot. എനിക്ക് പാസ്റ്റർ എനിക്ക് ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിക്കണമെന്നുണ്ട്, ബൈബിൾ വായിക്കണമെന്നുണ്ട്, വൈകുന്നേരം വായിക്കണമെന്നുണ്ട്, രാത്രി വായിക്കണമെന്നുണ്ട്, പക്ഷെങ്കിൽ എനിക്ക് സാധിക്കുന്നില്ല. And so pastor says, oh, don't worry, I will pray, I will cast the demon out of laziness. അപ്പോൾ പാസ്റ്റർ എന്തോ പറയും, പാസ്റ്റർ പറയും, കുഴപ്പമില്ല തോമസേ, ഞാൻ നിന്റെ അകത്ത് ചില അലസതകളുണ്ട്, അതിനെ ഞാൻ ആ ശക്തി അലസത എന്ന ആ ദുരാത്മാവിനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ശാസിച്ച് ഞാൻ വിടും. Are you understanding what I'm saying? Pastor will say, I will fast for you, I will pray for you today. പാസ്റ്റർ പറയുകയാണ്, തോമസ് നന്നായിട്ട് വളരാൻ, ക്രിസ്തുവിൽ വളരാൻ ഞാൻ ഉപവസിക്കും, ഇന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Because in our Pentecostal churches everything is about demons. ഈ പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് എല്ലാം എവിടെ നോക്കിയാലും മുഴുവൻ പിശാചാ. Am I right? ശരിയല്ലേ? We cast the demon out in Jesus name. Then we will shake his head and go. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മള് ഇവരുടെ തലയെ പിടിച്ച് കുലുക്കിയിട്ട് മുഴുവൻ പിശാചാണല്ലോ, ഈ പിശാചുകളെല്ലാം യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. Am I right? Yes or no? Because we think everything is demons. കാരണം പെന്തക്കോസ്തിൽ നമുക്കെല്ലാം അലസത പോലും പിശാചാ. Now he's got weights. Because we don't understand what are the weights, if we don't deal with them, no amount of casting of demons is going to change things. യഥാർത്ഥത്തിൽ അദ്ദേഹം കുറെ ഭാരങ്ങൾ ചുമക്കുന്നുണ്ട്. അത് പിശാചാണെന്നല്ല നമ്മൾ പറയേണ്ടത്. അതിന് നമ്മൾ ഉപവസിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒരു ഫലവുമില്ല. Are you understanding? So suppose I am a demon. ഇനി നിങ്ങൾ ചിന്തിച്ചേ, ഞാൻ ഒരു പിശാചാണെന്ന് വിചാരിക്കുക. I will not have access into his life if these things were not there. ഈ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും തോമസ് എന്ന ഈ രക്ഷിക്കപ്പെട്ട വ്യക്തിയിലേക്ക് പ്രവേശനമില്ലായിരുന്നു. Are you understanding? So demons get access into our life only because of what is inside us already. നിങ്ങൾക്കറിയാമോ, പിശാചിന് നമ്മുടെ മേൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇതിനു മുമ്പ് തന്നെ ഇതുപോലുള്ള ചില കാര്യങ്ങൾ അവർക്കിരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടെങ്കിൽ മാത്രമേ അവർ പ്രവേശിക്കത്തുള്ളൂ. If these things are not there, I will not have influence over Thomas's life. ആമേൻ. തോമസിന്റെ ജീവിതത്തിൽ ഈ നിൽക്കുന്ന 6 പേരുണ്ടല്ലോ, ഇത് ഭാരങ്ങളാണ്. ഈ ഭാരങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് തോമസിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല. Are you understanding? So demons is not the problem, but the weights or the mindsets that we have opens a door for demons to come and influence a person. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അവിടെ പിശാചല്ല പ്രശ്നം, മറിച്ച് പിശാചിന് വന്നിരിക്കാനുള്ളതായ ഇടം കൊടുക്കുന്നതായ തരത്തിൽ നമ്മെ സ്വാധീനിക്കാൻ കഴിയുന്ന ഈ ഭാരങ്ങളുണ്ടല്ലോ, അവയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. So what are these weights? ഈ ഭാരം, എല്ലാ ഭാരവും വിടണമെന്നുണ്ടല്ലോ, ഇതെന്താ ഈ ഭാരം? So number 1, ഒന്ന് sin, transgression, iniquity. ഒന്ന് പാപം, അകൃത്യം, നമ്മുടെ അധർമ്മം. So it can be ours or it can be generational as well. ഒന്നുകിൽ നമ്മൾ ചെയ്ത പാപം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത അകൃത്യം ആയിരിക്കാം, അല്ലെങ്കിൽ പാരമ്പര്യമായി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത അകൃത്യം കൊണ്ടാകാം. It could also be because of demonic spirits having access into our life because of curses. മറ്റൊരു രീതിയിൽ പിശാച് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഉണ്ടാകുന്ന മറ്റൊരു കാരണം നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ള ചില ശാപങ്ങൾ മൂലമാകാം. Don't get afraid when I use the word curses. I will explain that to you in very simple language. ഈ ശാപം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ശാപം എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ പറഞ്ഞു തരാം. So that is number 1.
ഒന്നാമത്തെ അതാണ്. Number 2, രണ്ട്, it is called soul ties. നമ്മുടെ ആത്മാവുമായിട്ടുള്ള ഒരു ബന്ധം. So soul ties is because of relationships. ഈ ബന്ധങ്ങൾ നിമിത്തമാണ് നമ്മുടെ ആത്മാവ് കെട്ടപ്പെടുന്നത്. Are you understanding? So that is number 2. അതാണ് രണ്ടാമത്തെ ഭാരം. Number 3 is what is going on inside our mind. മൂന്നാമത്തേത് നമ്മുടെ മനസ്സിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. So these are belief systems. ഇത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. When I say belief, it is not equal to my faith in Christ. It is what I actually believe. ഞാൻ ഈ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള എൻ്റെ ആശ്രയബോധമല്ല, മറിച്ച് ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്, അതാണ്. Say for example, ഉദാഹരണമായി, if you remember, when I was growing up, Fair and Lovely cream was there on advertisement. ഞാൻ വളർന്ന ആ സാഹചര്യത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറയുന്ന ഒരു ക്രീമിന്റെ പരസ്യമായിരുന്നു. Vicco turmeric cream. പിന്നെ വിക്കോ ടർമറിക് ക്രീം, Dove soap. അതുപോലെ ഡവിന്റെ സോപ്പ്. So Dove soap ad would be like this. ഡവ് സോപ്പിന്റെ പ്രാവിന്റെ പടമൊക്കെ വെച്ചൊരു പരസ്യം ഇങ്ങനെയാണ്. So this is what it will say. അത് ആ പരസ്യം ഇങ്ങനെ പറയുന്നത്, The Dove soap is made with milk. അത് പാല് കൊണ്ടുണ്ടാക്കിയതാണ്. And when you put it on your skin will also become very white. നിങ്ങൾ ഈ ഡവ് സോപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പാല് പോലെ നിങ്ങളുടെ ശരീരം ചർമ്മം തിളങ്ങും. So without actually telling me that I am not handsome, that I am ugly looking because I am dark, they were telling me so I have to buy soap. യഥാർത്ഥത്തിൽ ഞാൻ കറുത്തതാണ്, എനിക്ക് എന്നെ കാണാൻ കൊള്ളത്തില്ല, ഭംഗിയില്ല, അപ്പൊ ഞാൻ വിചാരിക്കും ഈ ഡവ് സോപ്പ് ഉപയോഗിക്കുവാണെങ്കിൽ ഞാനും നല്ല സുന്ദരനാകും, സുമുഖനാകും, പാല് പോലെ വെട്ടിത്തിളങ്ങുമല്ല, ഞാൻ മേടിക്കും. Are you understanding? That is my belief. It's not my faith, that's my belief. അതെന്റെ വിശ്വാസമല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. ഡവ് സോപ്പ് ഉപയോഗിച്ചാൽ ഞാൻ അതുപോലെ അവർ പറയുന്നത് പോലെ എനിക്ക് സംഭവിക്കുമെന്നുള്ള ചിന്ത. So that is the belief system that Thomas has. ഈ രക്ഷിക്കപ്പെട്ട തോമസിനുള്ള ചിന്ത അതാണ്. Then what Thomas has also got is he is based on this belief, he has made inner decisions. അദ്ദേഹം ചിന്തിച്ചു വെച്ചിരിക്കുന്ന വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലെ മുഴുവൻ ചിന്തകളും അങ്ങനെ ആയിരിക്കുന്നു. Inner decisions. അദ്ദേഹത്തിന്റെ ഉള്ളിലെ തീരുമാനങ്ങൾ അതിനനുസരിച്ചാണ്. That's right. And the last one is the traumatic experiences that he has had. അടുത്തത് തോമസിനുള്ളതായ മറ്റൊരു ഭാരം എന്ന് പറയുന്നത് തന്റെ ഉള്ളിൽ കിടക്കുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിമിത്തം ഉണ്ടായത്. So it is traumatic. It's not just ordinary experiences, but it is traumatic experiences. അതൊരു സാധാരണ അനുഭവമല്ല, അതൊരു വലിയ കഠിനമായ വേദനയാണ്. Are you understanding? So all these things is allowing the demonic spirit to have a stronghold in his life. ഞാൻ ഈ പറഞ്ഞതായ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇവർ ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്നത് ഓരോ തോമസിനെ മുറുകെ പിടിച്ചിരിക്കുന്ന ഭാരങ്ങളാണ്. ഇവയുടെ സ്വാധീനം മൂലമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ പൈശാചിക ശക്തികൾ സ്വാധീനിക്കാനായിട്ട് കാരണമാകുന്നത്. So in the next, from now onwards, we will start looking at how can we set Thomas free from all these things. അടുത്ത കാര്യത്തിൽ നമ്മൾ ഈ തോമസിനെ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ ഭാരങ്ങളാകുന്ന ഈ ശക്തികൾ എങ്ങനെ അവയിൽ നിന്നും തോമസിനെ മോചിപ്പിക്കാം, വിടുവിക്കാം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്.